2025 ഏപ്രിൽ മാസം 5 കോയമ്പത്തൂർ ജില്ലയിലെ അണ്ണൂരിന് സമീപമുള്ള കഞ്ചമ്പള്ളി എന്ന ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ അന്നത്തെ ദിവസം വളരെ ദുർഘടമായ ഒരു അന്തരീക്ഷമായിരുന്നു. കാരണം ആ വീട്ടിൽ താമസിച്ചിരുന്ന 70 വയസ്സുള്ള മയിലാത്താൾ എന്ന വയോധിക മരിച്ചു. ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നതിനാൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാം കണ്ണീരൊഴുക്കി വിലപിച്ചു. അവരെ അവസാനമായി കാണാൻ വന്നവരെല്ലാം വയസ്സായതാണ്, ഉറക്കത്തിൽ അങ്ങനെ നിശബ്ദമായി പോയതാണ്. ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. മയിലാത്താളിന്റെ ശരീരം ശവസംസ്കാരത്തിനായി കൊണ്ടുപോയി. അവരുടെ മകളുടെ മകനായിരുന്നു എല്ലാ ചടങ്ങുകളും നടത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. ആ രാത്രി മുഴുവൻ കുടുംബവും ബന്ധുക്കളും അവരെ ഓർത്തും അവരുടെ മനസ്സിലുള്ള ദുഃഖം പങ്കുവച്ചും സമയം ചിലവഴിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ എല്ലാവരും തിരിച്ചുപോയി. വീട്ടിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്ന മയിലാത്താൾ ഇല്ലാതായതോടെ വീട് നിശബ്ദമായി മാറി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട് പഴയ നിലയിലേക്ക് തിരികെ പോകാൻ തുടങ്ങി. എന്നാൽ ആ ഒരു സാധാരണത്വത്തിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. മയിലാത്താൾ ഹൃദയാഘാതം മൂലം അല്ല മരിച്ചത്. അവരുടെ മരണം ഒരു കൃത്രിമ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു. അത് അറിയാമായിരുന്നത് ആ വീട്ടിലെ ഒരാൾക്ക് മാത്രം. മയിലാത്താൾ മരണത്തിന് 5 മാസം കഴിഞ്ഞപ്പോൾ ആ കൊലപാതകത്തിന്റെ രഹസ്യം പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ മറ്റൊരു ദുരൂഹമായ സംഭവം ആ വീട്ടിൽ നടന്നു. 5 മാസത്തിനു ശേഷം അങ്ങനെ ആ വീട്ടിൽ സംഭവിച്ചത് എന്താണ്? മയിലാത്താളിനെ കൊന്നത് ആരാണ്? ആ കൊലപാതകം എന്തിനാണ് നടന്നത്? അവസാനം അത് പുറത്തു വന്നത് എങ്ങനെ? ലാസ്റ്റ് വീഡിയോയിൽ ഹൗസ് ഓഫ് ശൃംഗിൽ എന്ന എൻ്റെ ഒരു ഓൺലൈൻ സ്റ്റോറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കും കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. കോയമ്പത്തൂർ അണ്ണൂരിലെ കഞ്ചമ്പള്ളി സ്വദേശിയായ 38 വയസ്സുകാരനാണ് ലോകേന്ദ്രൻ. അയാൾ ഒരു ഫിനാൻഷ്യറായിരുന്നു. മാത്രവുമല്ല ഇന്ത്യൻ ജനനായക യൂണിറ്റ് അസോസിയേഷൻ യൂണിയൻ സെക്രട്ടറിയുമായിരുന്നു. അയാളുടെ 27 വയസ്സുകാരി ഭാര്യയാണ് ജോയ് മെറ്റിൽഡ. ഒരു സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മെറ്റിൽഡയ്ക്ക് ചില കാരണങ്ങളാൽ ജോലി നിർത്തേണ്ടി വന്നു. അതിനുശേഷം വീട്ടിലെ ജോലികൾ മാത്രം നോക്കി. ലോകേന്ദ്രയും മെറ്റിൽഡയും 7 വർഷങ്ങൾക്ക് മുൻപാണ് പ്രണയിച്ചു വിവാഹം കഴിച്ചത്. 6 വയസ്സുള്ള ഒരു മകനും അവർക്കുണ്ട്. ലോകേന്ദ്രന്റെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരിച്ചിരുന്നു. ലോകേന്ദ്രന്റെ മുത്തശ്ശിയായിരുന്നു അയാളെ നോക്കിയിരുന്നത്. അങ്ങനെ ലോകേന്ദ്രയും ഭാര്യയും മകനും ഒക്കെ ലോകേന്ദ്രന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. മയിലാത്താളുടെ മരണത്തിന് ശേഷം വീട് പതിയെ പഴയ നിലയിലേക്ക് തിരിഞ്ഞു. പുറമേ കാണുമ്പോൾ ആ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നാം. പക്ഷെ യാഥാർത്ഥ്യം അതങ്ങനെ അല്ലായിരുന്നു. 2025 ഒക്ടോബർ മാസം 23 പുലർച്ചെ ഒരു 2 മണി. ലോകേന്ദ്ര നല്ല ഉറക്കത്തിലാണ്. ആ സമയം വീട്ടിലെ വാതിൽ തുറക്കുന്ന ഒരു ശബ്ദം കേട്ടു. ഒരു പക്ഷെ ഭാര്യയോ മകനോ ആയിരിക്കാം എന്ന് കരുതി അയാൾ അത് കാര്യമാക്കിയില്ല. പെട്ടെന്ന് ആരോ തൻ്റെ മുഖത്ത് എന്തോ അമർത്തി പിടിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ശ്വാസം മുട്ടുകയും എഴുന്നേൽക്കാൻ കഴിയാതാവുകയും ചെയ്തു. എന്തായാലും അതൊരു സ്വപ്നമല്ല എന്ന് അയാൾക്കറിയാം. ഒരു ശക്തനായ പുരുഷൻ തലയണ ഉപയോഗിച്ച് തന്റെ മുഖത്ത് അമർത്തുകയാണെന്ന് വ്യക്തമായി. ഇപ്പോൾ ലോകേന്ദ്ര തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പ്രതിരോധിച്ചു. അങ്ങനെ ശ്രമിക്കുന്നതിനിടെ ഈ ആക്രമിച്ചയാളെ പിടിച്ച് നിലത്തേക്ക് തള്ളിയിട്ടു. ചുറ്റും നല്ല ഇരുട്ടായതിനാൽ ആൾ ആരാണെന്ന് കാണാൻ സാധിച്ചില്ല. ഇപ്പൊ പിടിക്കപ്പെടാതിരിക്കാൻ ഈ ആക്രമിച്ചയാൾ പിറകുവാതിലൂടെ മതിൽ ചാടി രക്ഷപ്പെട്ടു. ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ ലോകേന്ദ്രയ്ക്ക് ഇപ്പോൾ വലിയ ഞെട്ടലായി മാറി. കാരണം ഈ ശബ്ദം, മുഴുവൻ സംഭവങ്ങൾ എല്ലാം നടക്കുമ്പോൾ അതേ മുറിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മെറ്റിൽഡ നിൽപ്പുന്നുണ്ടായിരുന്നു. ഭയവും ഉത്കണ്ഠയും നിറഞ്ഞ മുഖത്തോടുകൂടി. ലോകേന്ദ്രയെ ആരോ ആക്രമിക്കുന്നു എന്ന കാര്യം ആക്രമണത്തിന്റെ ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായി. അത്തരം സംഘർഷങ്ങളിൽ വലിയ ശബ്ദം വീടിന് പുറത്തേക്കൊന്നും പോയിട്ടേ ഇല്ല. അങ്ങനെ ആയിരിക്കെ എൻ്റെ ഭാര്യ മെറ്റിൽഡ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് മുറിയിലേക്ക് എത്തിയത്? അതും തനിക്ക് നേരെ ഒരു പുരുഷൻ ആക്രമണം നടത്തുമ്പോഴും അവർ യാതൊരു സഹായ ശ്രമം പോലും നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു അലറൽ ശബ്ദമെങ്കിലും വരേണ്ടതല്ലേ? അതുപോലുമില്ല. ഇത് ചിന്തിച്ച ലോകേന്ദ്രന് മെറ്റിൽഡയുടെ ഈ ബോഡി ലാംഗ്വേജ്, മുഖഭാവം എല്ലാം കണ്ടപ്പോൾ കാര്യം വ്യക്തമായി. ഈ ആക്രമണത്തിൽ അവൾക്കും പങ്കുണ്ട്. വീടിന്റെ പിൻവാതിൽ നേരത്തെ തുറന്നു കിടന്നിരുന്നു. ഈ എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്തപ്പോൾ ലോകേന്ദ്രയ്ക്ക് മനസ്സിലായി, തനിക്കെതിരെ ആക്രമണം നടത്താൻ വന്ന ആ വ്യക്തി മെറ്റിൽഡയുടെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്തത്. അയാൾ ആരാണെന്നും ലോകേന്ദ്ര കൃത്യമായി ഊഹിച്ചെടുത്തു. ഭയത്തോടിരിക്കുന്ന മെറ്റിൽഡയോട് അദ്ദേഹം അത് ചോദിച്ചു. വന്നതാരാണ്? നാഗേഷ് അല്ലേ? മെറ്റിൽഡയുടെ മറുപടി ഒന്ന് മാത്രം, അതെ,
തൻ്റെ സ്വന്തം ഭാര്യ തന്നെ അവൾ പ്രണയിക്കുന്ന നാഗേഷുമായി ചേർന്ന് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നറിഞ്ഞ് അല്ലാത്ത ദേഷ്യം വന്നു. ഉടൻ അണ്ണൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചു. പോലീസ് വന്ന് മെറ്റിൽഡയെ ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ വ്യക്തമായി മെറ്റിൽഡയും അവളുടെ രഹസ്യ കാമുകനുമായ നാഗേഷും ചേർന്നാണ് ലോകേന്ദ്രനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന്. ഈ നാഗേഷ് ഇയാൾ കർണാടക സ്വദേശിയായ 25 വയസ്സുകാരൻ. അതിനാൽ തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകളിൽ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ വളരെ ശക്തമായി. മറുവശത്ത് മെറ്റിൽഡയെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് 6 ദിവസം ചോദ്യം ചെയ്തു. 2025 ഒക്ടോബർ മാസം 28-ന് നാഗേഷ് വീണ്ടും കഞ്ചമ്പള്ളിയിലേക്ക് കാറിലെത്തി. ആ സമയത്തുണ്ടായ ചെക്ക് പോസ്റ്റ് പരിശോധനയിൽ പോലീസ് അയാളെ തിരിച്ചറിയുകയും അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് മെറ്റിൽഡയെയും നാഗേഷിനെയും പ്രത്യേകം ചോദ്യം ചെയ്തു. ലോകേന്ദ്രനെ കൊല്ലാൻ ശ്രമിച്ച വകുപ്പിലായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണം തുടരുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു വഴിത്തിരിവായിരുന്നു പോലീസിന് കാത്തിരുന്നത്. നാഗേഷ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞതിൽ പല കാര്യങ്ങളുണ്ടായിരുന്നു. ലോകേന്ദ്രന്റെ 27 വയസ്സുള്ള ഭാര്യ മെറ്റിൽഡ അണ്ണൂരിൽ ഒരു സ്വകാര്യ ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ആ കമ്പനിക്ക് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അത്ര വലിയൊരു സ്ഥാപനമായിരുന്നു. അത്തരം ഒരു ബ്രാഞ്ചിൽ കർണാടകയിൽ ചിക്ബല്ലാംപൂർ ജില്ലയിലെ ചിന്താമണി മുനിസിപ്പൽ പ്രദേശത്തായിരുന്നു ഈ 25 വയസ്സുള്ള നാഗേഷ് ജോലി ചെയ്തിരുന്നത്. മെറ്റിൽഡയും നാഗേഷും ഒരേ കമ്പനിയിൽ ജോലി ചെയ്തത് കൊണ്ട് തന്നെ ലോണുകൾ സംബന്ധിച്ച ഫയലുകൾ തീർപ്പാക്കുന്നതിനായി ഇരുവരും ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലും വീഡിയോ കോളുകൾ നടത്തിക്കൊണ്ടിരുന്നു. ആദ്യം ഇത് ജോലിയുമായി ബന്ധപ്പെട്ടൊരു സംഭാഷണം മാത്രമായിരുന്നു. പിന്നീട് അതൊരു വ്യക്തിപരമായ തലത്തിലേക്ക് മാറി. ഇത് ക്രമേണ ആവശ്യമില്ലാത്തൊരു ബന്ധമായി വളർന്നു വന്നു. വീഡിയോ കോളുകൾ മതിയാകാതെ വന്നപ്പോൾ അവർ നേരിൽ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചു. 2024 ഒക്ടോബർ മാസം 11 നാഗേഷ് കർണാടകയിൽ നിന്നും അണ്ണൂരിലെ ഒരു ലോഡ്ജിലേക്ക് മുറിയെടുത്തു. മെറ്റിൽഡ ജോലിക്ക് പോകുന്നു എന്ന പേരിൽ അവനെ കാണാനും പോയി. തുടർന്ന് 2024 ഡിസംബർ 2 നാഗേഷ് വീണ്ടും അതേ ലോഡ്ജിലെത്തി. മെറ്റിൽഡ അന്നത്തെ ദിവസം വീണ്ടും ജോലി എന്ന പേരിൽ നേരത്തെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. പക്ഷെ അന്നത്തെ ദിവസം മെറ്റിൽഡയ്ക്ക് വലിയൊരു പിഴവ് പറ്റി. ലോകേന്ദ്രന്റെ 6 വയസ്സുകാരനായ മകൻ അവൻ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് തന്റെ ഒരു പുസ്തകം കാണാതായത് അവൻ ശ്രദ്ധിച്ചു. അവനത് വീട് മുഴുവനും തിരഞ്ഞു. പിന്നീടാണ് ഒരു കാര്യം ഓർത്തത്. ആ പുസ്തകം തന്റെ അമ്മയുടെ സ്കൂട്ടറിലാണെന്ന്. ഇക്കാര്യം അവൻ അച്ഛനോട് പറഞ്ഞു. ബുക്ക് എടുക്കാനായി ലോകേന്ദ്രൻ മെറ്റിൽഡയെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് ചെന്നപ്പോൾ മെറ്റിൽഡ അന്ന് ജോലിക്ക് വന്നിട്ടില്ല എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. ഭാര്യ കാണാതായതിൽ ലോകേന്ദ്രന് വലിയ ആശങ്കയുണ്ടായി. വീട്, കടകൾ, പരിചയക്കാരുടെ വീടുകൾ എല്ലാം അന്വേഷിച്ചെങ്കിലും മെറ്റിൽഡയെ കണ്ടെത്താനായില്ല. ഇതിനിടെ അയാൾ മകനെ സ്കൂളിൽ കൊണ്ടാക്കി തിരികെ വരുമ്പോൾ അണ്ണൂരിലെ ലോഡ്ജിൽ നിന്നും പുറത്തേക്ക് വരുന്ന മെറ്റിൽഡയെ ലോകേന്ദ്രൻ കണ്ടു. അവന്റെ ചോദ്യങ്ങൾക്ക് മെറ്റിൽഡ ഒഴിഞ്ഞു മാറുന്ന മറുപടി പറഞ്ഞു. ഞാനൊരു മീറ്റിങ്ങിന് വേണ്ടിയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു. യോഗേന്ദ്രൻ അപ്പം തന്നെ ഒരു സംശയം തോന്നി. ഉടൻ തന്നെ ആ ലോഡ്ജ് റൂമിലേക്ക് പോയപ്പോൾ അവിടെ നിൽക്കുന്ന നാഗേഷിനെ കണ്ടു. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഒന്നുണ്ട് എന്ന് അയാൾക്ക് അപ്പോഴേ മനസ്സിലായി. അന്നത്തെ ദിവസം ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ തർക്കമുണ്ടായിരുന്നു. യോഗേന്ദ്ര ഉടൻ തന്നെ ഇത് കമ്പനിയിൽ ഒരു പരാതിയായി പറഞ്ഞു. ഫലമായി മെറ്റിൽഡയെയും നാഗേഷിനെയും ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. താൻ എന്തായാലും പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായ മെറ്റിൽഡ ലോകേന്ദ്രനോട് മാപ്പ് ചോദിച്ചു. പിന്നീട് ജോലി നിർത്തി മുത്തശ്ശിയായ മൈലാത്താളോടൊപ്പം വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷെ നാഗേഷുമായുള്ള ബന്ധം അവൾ അപ്പോഴും അവസാനിപ്പിച്ചില്ല. ലോകേന്ദ്ര അറിയാതെ തന്നെ രഹസ്യമായി ആ ബന്ധം തുടർന്നു. 2025 ഏപ്രിൽ മാസം 4 ലോകേന്ദ്ര ജോലി ആവശ്യത്തിനായി മധുരയിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹം അന്ന് വീട്ടിലില്ല. അതേ ദിവസം വീട്ടിൽ മൈലാത്താളുമില്ല. ഒരു ബന്ധുവിനെ കാണാൻ പുറത്തു പോയിരുന്നു. ആ അവസരത്തിലാണ് നാഗേഷ് മെറ്റിൽഡ താമസിക്കുന്ന ആ വീട്ടിലേക്ക് വീണ്ടും വരുന്നത്. അവിടെ ഇരുവരും വീണ്ടും അടുത്ത ബന്ധത്തിലേർപ്പെട്ടു. അവരെ ശ്രദ്ധിക്കാനും കേൾക്കാനും ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം ഇരുവരെയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. അതേ സമയത്താണ് ബന്ധുവിന്റെ വീട്ടിൽ പോയിരുന്ന മൈലാത്താൾ വീട്ടിലേക്ക് തിരികെ വന്നത്. മെറ്റിൽഡയുടെ മുറിയിൽ നിന്നും ഒരു പുരുഷന്റെ ശബ്ദം അവർ കേട്ടു. വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. റൂമിന് സമീപം എത്തിയപ്പോഴാണ് ചില മാസങ്ങൾക്ക് മുൻപ് അവരുടെ വീട്ടിൽ കലഹം സൃഷ്ടിച്ച അതേ നാഗേഷ് തന്നെയാണ് മെറ്റിൽഡയോടൊപ്പം അവർ കണ്ടത്. ഇപ്പോൾ മൈലാത്താളിന് വല്ലാത്ത ദേഷ്യം വന്നു. മെറ്റിൽഡയെ വഴക്ക് പറയാൻ തുടങ്ങി. എൻ്റെ കൊച്ചുമകൻ എത്ര പറഞ്ഞിട്ടും നിന്റെ ജോലി നീ നിർത്തിയില്ല അല്ലേ? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ എന്തിനാണ്? ഇങ്ങനെ മൈലാത്താൾ വല്ലാതെ ദേഷ്യപ്പെട്ടു. മെറ്റിൽഡ മൈലാത്താളോട് അഭ്യർത്ഥിച്ചു, ദയവായി ഇത് ലോകേന്ദ്രനോട് പറയരുത് എന്ന്. പക്ഷേ മൈലാത്താൾ ഇത് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു.
ഞാനിത് ലോകേന്ദ്രനോട് തീർച്ചയായും പറയും എന്ന്. ഇത് കേട്ട് നാഗേഷും മെറ്റിൽഡയും നടുങ്ങിപ്പോയി. ലോകേന്ദ്രനിലേക്ക് ഈ ഒരു വാർത്ത ചെന്നാൽ അതൊരു വലിയ പ്രശ്നമാകും, അതവർക്കറിയാമായിരുന്നു. അങ്ങനെ ഇരുവരും തീരുമാനിച്ചു, ഇതിനി പുറത്തു പോകാൻ പാടില്ല, എന്തെങ്കിലും ചെയ്യണം. ഈ സമയം മൈലാത്താൾ ലോകേന്ദ്രനെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നിമിഷം തന്നെ നാഗേഷും മെറ്റിൽഡയും ചേർന്ന് മൈലാത്താളിന്റെ മുഖത്ത് ഒരു തുണി കൊണ്ട് അമർത്തി ശ്വാസം മുട്ടിച്ചു. അല്പനിമിഷത്തിൽ തന്നെ മൈലാത്താൾ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നാഗേഷ് വന്ന വഴിയിലൂടെ തന്നെ പിന്നിലൂടെ മതിൽ ചാടി ആ ഗ്രാമം വിട്ട് മറഞ്ഞു. പിന്നീട് മെറ്റിൽഡ ലോകേന്ദ്രനെ വിളിച്ചു, നിങ്ങൾ പെട്ടെന്ന് തന്നെ വരണം, മുത്തശ്ശിക്ക് ഹൃദയാഘാതം വന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ തന്നെ അവർ മരിച്ചുവെന്ന്. ലോകേന്ദ്രനും ആ ഗ്രാമത്തിലെ എല്ലാവരും അത് വിശ്വസിച്ചു. ഒരു സ്വാഭാവിക മരണമാണെന്ന് എല്ലാവരും കരുതി. അവസാന അടക്കം ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞു. ആർക്കും യാതൊരു സംശയവും ഇല്ല. പക്ഷെ അപ്പോഴും മെറ്റിൽഡയ്ക്കുള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നു. ഈ ഒരു കുറ്റം പുറത്തു വരുമോ, പോലീസ് കണ്ടെത്തുമോ? പക്ഷെ അവസാനം വരെയും ഇതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയവും വന്നില്ല. ഇത് തന്നെ അവർക്കൊരു നല്ല അവസരമായി മാറി. വീണ്ടും മെറ്റിൽഡയും നാഗേഷും രഹസ്യ ബന്ധം പുലർത്തിക്കൊണ്ടു പോന്നു. ഓരോ കൊലപാതകം ചെയ്തിട്ടും പോലീസ് പിടിക്കാതെ രക്ഷപ്പെട്ടതിന്റെ ഒരു ധൈര്യം, അത് അവർക്ക് മറ്റൊരു കൊലപാതകം ചെയ്യാൻ പോലും കഴിയുമെന്ന തെറ്റായ ആത്മവിശ്വാസം നൽകി. അങ്ങനെ അവർ തീരുമാനിച്ചു, ലോകേന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവരുടെ രഹസ്യ ബന്ധം നിലനിൽക്കില്ല, അതിനാൽ ലോകേന്ദ്രനെയും കൊല്ലണം. മൈലാത്താളുടെ മരണത്തിന് ശേഷം ഒരു 5 മാസം കഴിഞ്ഞ് 2025 ഒക്ടോബർ മാസം 23 ലോകേന്ദ്രനെ ഉറക്കത്തിൽ തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള ശ്രമം നടന്നു. പക്ഷേ ലോകേന്ദ്രൻ രക്ഷപ്പെട്ടു. പോലീസിനെ വിളിച്ചു. ഈ മുഴുവൻ കഥയും പുറത്തു വന്നു. മെറ്റിൽഡയും നാഗേഷും നടത്തിയ കുറ്റസമ്മതം, തെളിവുകൾ ഇവയെ അടിസ്ഥാനമാക്കി കൊലപാതകവും കൊലപാതക ശ്രമവും ഉൾപ്പെടെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇരുവരെയും അറസ്റ്റ് ചെയ്തു. അണ്ണൂർ കോടതിയിൽ ഹാജരാക്കി. കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ്. മൈലാത്താൾ സ്വാഭാവികമായി മരിച്ചതല്ല എന്ന് തെളിഞ്ഞതോടെ പോലീസ് അവരുടെ ഡെഡ് ബോഡി പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു. ഈ കേസ് നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു തെറ്റിനെ മറയ്ക്കാൻ ആളുകൾ ചെയ്യുന്ന രണ്ടാമത്തെ തെറ്റാണ് അവരെ പൂർണ്ണമായും നശിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, രഹസ്യങ്ങളും വഞ്ചനയും ഒരേ വീട്ടിലെ മനുഷ്യബന്ധങ്ങളെപ്പോലും കൊലപാതകങ്ങളിലേക്ക് നയിക്കാം. മൂന്നാമത്തെ കാര്യം, പിടിക്കപ്പെടുമോ എന്ന ഭയത്തിൽ ആളുകൾ ഭയപ്പെടുത്തുന്ന തീരുമാനങ്ങൾ എടുക്കും, പക്ഷേ സത്യമൊടുവിൽ പുറത്തു വരിക തന്നെ ചെയ്യും. നാലാമത്തെ കാര്യം, ഒറ്റ നിമിഷത്തിലെടുക്കുന്ന തെറ്റായ തീരുമാനം അതൊരു മുഴുവൻ കുടുംബത്തെയും തകർക്കാം. അഞ്ചാമത്തെ കാര്യം, സത്യസന്ധത ചിലപ്പോൾ വേദനിപ്പിക്കും, പക്ഷേ അസത്യവും വഞ്ചനയും ജീവൻ പോലും എടുക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.